Hello guys, welcome to a new video of Vibes with Akshay. സോ ഗൈസ്, നമ്മൾ ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ട് ട്രിവാൻഡ്രത്ത് ഒരു ഓഫ് റോഡ് ഇവന്റ് വന്നതിന് ശേഷം നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിനുശേഷം കിട്ടിയ ഒരു പണിയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഈ ഒരു ഈവന്റ് നടക്കുന്നത് മെയ് 11-ാം തീയതിയാണ്. തിരുവനന്തപുരം നമ്മുടെ നെടുമങ്ങാട് വെച്ച് 4x4 ഡേയ്സ് എന്ന ഒരു ടീമാണ് ഈ ഒരു പ്രോഗ്രാം ഹെൽഡ് ചെയ്തത്. സോ സത്യം പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് ജിപ്സിയായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ട്രാക്കിൽ ഇറങ്ങുന്നത്. സോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും എത്രത്തോളം അടിപൊളിയായിരുന്നു ആ ഒരു ഈവൻറ്റ് എന്നുള്ളത്. നമുക്ക് ട്രാക്കായിരുന്നാൽ പോലും ബിഗിനേഴ്സ് ഫ്രണ്ട്ലിയും അതുമാത്രമല്ല അത്യാവശ്യം എക്സ്ട്രീം ഒരു തരത്തിലും ഉള്ള ട്രാക്കും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ആയിട്ട് നമ്മൾ ഓഫ് റോഡിങ് ഒക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മളൊരു ട്രാക്കിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു. സോ ഈ ഒരു മൊമെൻറ്റ് നമുക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഈ ഒരു മൊമെൻറ്റ് നേരിട്ട് കണ്ടതിന് ശേഷം എല്ലാവർക്കും അറിയാം ജിപ്സി അത്ര സേഫ് ആയിട്ടുള്ളൊരു വണ്ടിയല്ല. അതുമാത്രമുള്ള സ്റ്റോക്ക് ജിപ്സിയിൽ റോൾ ഗേജോ അങ്ങനത്തെ സേഫ്റ്റി ആയിട്ടുള്ള ഒന്നും വരുന്നതല്ല. വണ്ടിക്കകത്ത് ഡ്രൈവറുണ്ട്, കോ ഡ്രൈവറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ പേടിച്ചു. ബട്ട് താങ്ക് ഗോഡ് രണ്ടുപേരും സേഫായിരുന്നു. സോ അതിനുശേഷം പിന്നെ വണ്ടിയുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട. നമ്മുടെ ബോണറ്റ്, വീലാർച്ച്, ബാക്കി നമ്മുടെ ബാക്കിലോടുള്ള സോഫ്റ്റ് ടോപ്പ്, ബോഡി ഫ്രെയിം, അത്യാവശ്യം ഫ്രണ്ട് ഗ്ലാസ് ഒഴികെ വണ്ടിയുടെ ഷേപ്പ് തന്നെ മാറിപ്പോയി. നമുക്ക് അതിൻ്റെ പുതിയ ബോണറ്റ് പർച്ചേസ് ചെയ്യേണ്ടി വന്നു. പിന്നെ വീലാർച്ച് നല്ലപോലെ വർക്ക് എടുക്കേണ്ടി വന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ ക്യാബിൻ്റെ ടോപ്പ് നമ്മളൊന്ന് ഹാർഡൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതും റിമൂവബിൾ ടൈപ്പാണ്. പിന്നെ വണ്ടിയുടെ അത്യാവശ്യം എല്ലാ പാർട്സും നമ്മൾ പിന്നെ പുതിയതായിട്ട് തന്നെ പണിഞ്ഞെടുക്കാം, ഒരു കളർ ചേഞ്ച് ഉൾപ്പെടെ എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ വണ്ടിയുടെ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ സൈഡ് ഫുഡ് സ്റ്റെപ്പ്, പിന്നെ LED ഹെഡ്ലൈറ്റ്സ്, പിന്നെ അത്യാവശ്യം വണ്ടിക്കകത്ത് വരുന്നത് ഉൾപ്പെടെയുള്ള ലൈറ്റ്സുകളെല്ലാം നമ്മൾ നോർമൽ ബൾബിൽ നിന്ന് നമ്മൾ LED യൂണിറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി എന്താകും, എങ്ങനെ വണ്ടി ഇറങ്ങും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. സോ ഈ ഒരു വണ്ടിയുടെ വർക്ക് നമ്മൾ ഒരു ബഡ്ജറ്റ് ഇട്ടത് 25,000 ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ബട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും നനഞ്ഞു, എന്തായാലും കുളിച്ച് കയറാം എന്നുള്ളൊരു മൈൻഡിൽ തന്നെയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 55+ എന്തായാലും ആയിട്ടുണ്ട് ഈ ഒരു ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു സിറ്റുവേഷനിൽ. ഇനി പെയിൻറ്റിങ് കൂടെ കഴിഞ്ഞിറങ്ങുമ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 75-80 റേഞ്ചിലോട്ട് വരുമെന്നാണ് തോന്നുന്നത്. കാരണം ഇൻക്ലൂഡിങ് പുതിയ പാർട്സ്, ബോഡി വർക്കിൻ്റെ കോസ്റ്റ്, പിന്നെ കളർ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അങ്ങനെ, പിന്നെ ബാക്കി ലേബർ എല്ലാം കൂടെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുമെന്നാണ് തോന്നുന്നത്. സോ പുട്ടി വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് കാണാനായിട്ട് പോയതാണ്. സോ ഈ ഒരു കളർ തീമിലോട്ടാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഇതിപ്പോൾ ഓക്സൈഡ് ഗ്രേ എന്ന് പറയുന്ന ഒരു കളറാണ്. നമ്മുടെ പഞ്ച് EV പിന്നെ നെക്സോണിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് കളറാണ്. സോ ആ ഒരു കളർ ഒരു സോളിഡ് ഷെയ്ഡായിട്ടാണ് ഔട്ട് വരുന്നത്. ബട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മെറ്റാലിക് ഫിനിഷാണ്. സോ അത്രയും ഔട്ട് കിട്ടാനായിട്ട് നമ്മൾ ബേസ് കോട്ട് നമ്മളൊരു സിൽവർ ഷെയ്ഡ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ആ കോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ ഈ വണ്ടിയുടെ ഒരു ഫുൾ റിവീൽ വീഡിയോ എന്തായാലും ഈ പേജിൽ വരുന്നതാണ്. സോ ഗായ്സ്, സ്റ്റേ ട്യൂൺഡ് ടു വൈബ്സ് വിത്ത് അക്ഷയ്. ബൈ.